ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കയ്യമെ ജമാഅത്ത് ടി ആരിഫ് അലി സാഹിബ്, ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗത്തിൻ്റെയും ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുടെയും കേന്ദ്ര സംസ്ഥാന ഭാരവാഹികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, ഈ കാലഘട്ടത്തിൽ വളരെയേറെ പ്രസക്തമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് GIO ഇങ്ങനെ ഒരു കോൺഫറൻസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്ഹോൾഡ് ഈമാൻ, അപ്ലിഫ്റ്റ് ഇസ്സ. മുസ്ലിം സമൂഹം ഒരു ആദർശ സമൂഹം എന്ന നിലക്ക് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന, അവരുടെ നിലനിൽപ്പിന് നേരെ വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, വിഷയങ്ങൾ നിലവിലെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഫാഷിസം ഉയർത്തുന്ന ഭീഷണിയുണ്ട്. അതിനെ മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന് തന്നെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. ഫാഷിസത്തിൻ്റെ മുഖ്യമായ ഒരു ഇര, ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന നിലക്ക് മുസ്ലിം സമൂഹത്തെ അതിന് അതിജീവിക്കുവാനുള്ള ശേഷി പകർന്നു നൽകേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ വഴികൾ എന്താണ് എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ലിബറലിസവും എത്തിസവും വേറെ സ്വഭാവത്തിലുള്ള കുറേ അന്തരീക്ഷങ്ങൾ ക്യാമ്പസിനകത്തും പുറത്തും മൂല്യാധിഷ്ഠിതമായി ജീവിക്കണം, ധർമ്മനിഷ്ഠയോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ജീവിതത്തെ പിടിച്ചുലക്കുന്ന വിധത്തിലുള്ള അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഒരു അളവിൽ അവർ വിജയിക്കുന്നുണ്ട്. അതിനെയും നമ്മൾ ഗൗരവത്തിൽ അഭിമുഖീകരിക്കേണ്ടതാണ്. ഇനി ഇതൊന്നും അല്ലാത്ത പുതിയ പ്രശ്നങ്ങളും വരാം. എപ്പോഴും സാഹചര്യം നമുക്ക് അനുകൂലമായി കൊള്ളണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും ആക്ഷേപങ്ങളും ശകാരങ്ങളും നിങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് അതിനോട് നിങ്ങൾ എങ്ങനെ സമീപിക്കുന്നു, ഈ പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെ മറികടക്കാൻ ശ്രമിക്കുന്നു എന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ നിലനിൽപ്പിനുള്ള അർഹത എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അപ്പൊ ഈ പ്രശ്നങ്ങളെ ആന്തരികമായി ഉയരുന്ന അല്ലെങ്കിൽ ബാഹ്യമായി വരുന്ന ചെറുതും വലുതുമായ എല്ലാ വെല്ലുവിളികളുടെ നടുവിലും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് ആർജിക്കുന്നതിനെ സംബന്ധിച്ച ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, അതിൻ്റെ മർമ്മമാണ് ഇവിടെ GIO ഉയർത്തിയിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ ഈമാൻ ഉയർത്തിപ്പിടിക്കുക, അല്ലെങ്കിൽ ഈമാൻ എടുത്തണിയുക, അതിലൂടെ മാത്രമേ ഇസ്സത്ത് ആർജിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഖുർആനികമായ അധ്യാപനമാണ് എന്ന് ഞാനിവിടെ അടിവരയിടാൻ ഉദ്ദേശിക്കുകയാണ്. ഈമാൻ എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് കുറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ബഹുമാന്യനായ ഉദ്ഘാടകൻ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പറഞ്ഞു. ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട്. ഈ കാണുന്നതും കാണാത്തതുമായ മുഴുവൻ കാര്യങ്ങളും അവന്റെ ആസൂത്രണത്തിന്റെയും പ്ലാനിങ്ങിന്റെയും സംവിധാനങ്ങളുടെയും ഭാഗമാണ്. അവന്റെ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്, അവന്റെ വെളിച്ചമാണ് നമ്മൾ ആസ്വദിക്കുന്നത്, അവന്റെ വായുവാണ്. ഈ വായുവും വെള്ളവും വെളിച്ചവും ഉൾപ്പെടെ ചെറുതും വലുതുമായ മുഴുവൻ അനുഗ്രഹങ്ങളും ആരുടെ ഉടമസ്ഥതയിലാണോ അവന്റെ ഉടമസ്ഥതയിൽ തന്നെയാണ് നമ്മുടെ ജീവിതവും ഉള്ളത്. അവൻ സംവിധാനിച്ച, അവൻ സജ്ജീകരിച്ച സൗകര്യങ്ങൾ ആസ്വദിച്ചാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. നിരീശ്വരവാദമോ യുക്തിവാദമോ അതല്ലെങ്കിൽ ബഹുദൈവത്വമോ എന്തൊരാൾ ഏറ്റെടുത്താലും
പ്രപഞ്ചനാഥൻ സംവിധാനിച്ചു വെച്ച സജ്ജീകരണങ്ങളോട് ഉപജീവിച്ചും അതിനെ ഉപയോഗിച്ചും മുന്നോട്ട് പോവുകയല്ലാതെ വേറേതോ ഒരു ശക്തി വന്ന് ഇവിടത്തെ ഈ പ്രാപഞ്ചിക വ്യവസ്ഥയുടെ താളം ഒന്ന് മാറ്റിത്തരും തനിക്ക് വേണ്ടി എന്ന് കരുതാൻ ഒരു ന്യായവുമില്ല. അമ്മൻ ജഅലൽ അർള ഖറാറൻ വജഅല ഖിലാലഹ അൻഹാറൻ വജഅല ലഹാ റവാസിയ വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ പ്രകൃതിയെ സംബന്ധിച്ച് ചിന്തിക്കാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്ന ഒരുപാട് പ്രസ്താവനകൾ ആവർത്തിച്ച് നടത്തുന്നുണ്ട്. ആ കൂട്ടത്തില് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന ഒന്ന് ഞാൻ ഉദ്ധരിച്ചതാണ്. ആരാണ് ഈ ഭൂമിയെ വാസയോഗ്യമാക്കിയത്? അമ്മൻ ജഅലൽ അർള ഖറാറൻ വജഅല ഖിലാലഹ അൻഹാറൻ, എന്നിട്ട് അതിന്റെ നടുവിലൂടെ പുഴ ഒഴുക്കിയതാരാണ്? വജഅല ലഹാ റവാസിയ, ഈ ഭൂമി അതിന്റെ എല്ലാ വലുപ്പവും വെച്ചുകൊണ്ട് ആടിയുലയാതിരിക്കാൻ പർവ്വതങ്ങൾ കൊണ്ട് നങ്കൂരമിടിയിപ്പിച്ചതാരാണ്? വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസ, രണ്ടു തരം സമുദ്രങ്ങൾക്കിടയിൽ രണ്ടു തരം സമുദ്രങ്ങളെ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലരാതെ ശുദ്ധജലത്തിന്റെ ദൗത്യം നിർവഹിക്കാൻ എന്ന കണക്കെ ഉപ്പുജലത്തിന്റെ ദൗത്യം നിർവഹിക്കാൻ എന്ന നിലയിൽ ഈ രണ്ട് സമുദ്രങ്ങൾക്കും ഇടയിൽ മറയുണ്ടാക്കിയവനാരാണ്? ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിൽ അള്ളാഹുവിനോടൊപ്പം വേറെ വല്ല ഇലാഹുമുണ്ടോ? അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ കാണുന്നതും കാണാത്തതുമായ പ്രപഞ്ചങ്ങളായ മുഴുവൻ പ്രപഞ്ചങ്ങളും ഏതൊരു നാഥന്റെ ഉടമസ്ഥതയിലാണോ ആ ഉടമസ്ഥനെ തിരിച്ചറിഞ്ഞ് അവനെ അംഗീകരിച്ച് മനസ്സാ അവന് സമർപ്പിച്ച് ജീവിതം അവന്റെ കൽപ്പനകൾക്ക് വിധേയമാക്കുക, ഇതാണ് ഇസ്ലാമിന്റെ ആകത്തുക എന്ന് പറയുന്നത്. ഈ ജീവിതത്തിലേക്കാണ് അള്ളാഹു നമ്മളെ വിളിക്കുന്നത്. ഈ ബോധ്യം ഉള്ളിൽ തട്ടി പ്രഖ്യാപിക്കുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആദർശവാക്യം. അത് കുട്ടികളെ ഉറക്കുമ്പോൾ നമ്മുടെ നാവിന്റെ തുമ്പിൽ വരുന്ന ഒരു ഈണം മാത്രമല്ല, അതൊരു നിർണായക പ്രതിസന്ധിയിൽ നമ്മുടെ കൽബിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രതിരോധ കവചവും കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നു, ഇവിടെ GIO നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് നമ്മുടെ ഈമാൻ എന്ന വിഷയത്തിലേക്കാണ്. അത് വേറെ ആർക്കും ഉണ്ടാക്കി തരാൻ പറ്റുന്ന ഒന്നല്ല. ഒരാളുടെ ഈമാനിന്റെ കുറവ് കൊണ്ട്, മറ്റൊരാളുടെ ഈമാനിന്റെ മികവ് കൊണ്ട് ഒരാളുടെ ഈമാനിന്റെ കുറവ് നികത്തപ്പെടുന്ന സ്വഭാവത്തിലുള്ളതല്ല. നമുക്ക് നമ്മുടെ റബ്ബിൽ വിശ്വാസമുണ്ടെങ്കിൽ, അവന്റെ കൽപ്പനകൾക്ക് കാതോർക്കാൻ നമ്മൾ സന്നദ്ധമാണെങ്കിൽ, അവന്റെ വിളികളെ മറ്റുള്ള വിളികളിൽ നിന്നും ഗൗരവപ്പെട്ട വിളിയായിട്ട് നമ്മൾ കാണുന്നുവെങ്കിൽ, അവന്റെ എല്ലാ ഇടപെടലുകളെയും അട്ടിമറിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, നമ്മൾ നിസ്കാരത്തിന് ശേഷം ചൊല്ലുമല്ലോ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത. പടച്ചവനെ, നീ നൽകിയാൽ അത് തടയാൻ കഴിയുന്നവനില്ല, നീ തടഞ്ഞാൽ അത് നൽകാൻ സാധിക്കുന്നവനില്ല, നീ ഒരു ഓർഡർ ഇട്ടാൽ അതിന് ഒരു സ്റ്റേ ഇല്ല. എല്ലാ തീർപ്പുകളും വിധികർത്താക്കളുടെ മുഴുവൻ കൽപ്പനകളും തീരുമാനങ്ങളും നിന്റെ കൽപ്പനകളുടെയും തീരുമാനങ്ങളുടെയും മേലെയാണ്. ഇത് ഇസ്ലാമിലെ ഒരു വിശ്വാസി 5 നേരത്തെ നമസ്കാരത്തിന് ശേഷം നമ്മളുടെ ഒരു ആത്മകഥം എന്ന കണക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദിക്റുകളിൽ പെട്ടതാണ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ഈമാൻ, ഉള്ളിൽ തട്ടിയ ഈമാൻ, പാരമ്പര്യമായി കൊണ്ടു നടക്കുന്ന ചില അടയാളങ്ങൾ മാത്രമല്ല, ഉള്ളിലുള്ള അടിയുറച്ച ബോധ്യം, പടച്ചവന്റെ സാന്നിധ്യത്തെ കുറിച്ചുള്ള ബോധ്യം, ദൈനംദിന ജീവിതത്തിൽ തന്നെ റബ്ബ് ഇടപെടുമെന്ന ബോധ്യം. വിശുദ്ധ ഖുർആൻ ഒരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാകിൻ ലനൻതും, വിശ്വാസികൾ അവിടെ ചെന്നിട്ട്, എവിടെ പരലോകത്ത് ചെന്നിട്ട് വിരല് കടിക്കാനിടയായ അവസ്ഥ ഉദ്ധരിച്ചിട്ട് അല്ലാഹു പറയണം, വലാകിൻ ലനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും അല്ലാഹു അറിയൂല എന്ന് നിങ്ങൾ വിചാരിച്ചു. വദാലികും ലന്നുകും അല്ലദീ ലനൻതും ബിറബ്ബികും മർദാകും, അല്ലാഹുവിനെ കുറിച്ചുള്ള ഈ മൂഢധാരണയുണ്ടല്ലോ, അത് മതമാണ്, ഇത് മതേതരമാണ്. അവിടെ വെച്ച് പറയുന്നതും ചെയ്യുന്നതും റബ്ബ് കാണും, ഇവിടെ വെച്ച് പറയുന്നതും ചെയ്യുന്നതും റബ്ബ് അറിയൂല എന്നുള്ള ധാരണയുണ്ടല്ലോ. വദാലികും ലന്നുകും അല്ലദീ ലനൻതും ബിറബ്ബികും മർദാകും, ആ മൂഢധാരണയാണ് ഇന്ന് നിങ്ങളെ ഈ നാശത്തിലേക്ക് എടുത്തെറിഞ്ഞത് എന്ന് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഈ ഈമാനിന്റെ വഴിയെ സഞ്ചരിച്ച ചരിത്രം ഇസ്ലാമിക സമൂഹത്തിൻ്റെതുണ്ട്. നിങ്ങൾ പറയും, ക്യാമ്പസുകളിൽ ഇവിടെ ഈ ഹിജാബിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടു, ഇനിയും ഒരുപാട് കേൾക്കും. കാരണം അത്രയും ഇന്ന് ആളുകളെ പ്രകോപിപ്പിക്കുന്ന ഒരു അടയാളമായിട്ട് സാമൂഹ്യ വിരുദ്ധ ശക്തികൾ ഇതിനെ ആവിഷ്കരിച്ചിരിക്കുകയാണ്.
സംഗതി വളരെ ലളിതമാണ്. ഞാൻ എൻ്റെ പല പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഇവിടെയും ആവർത്തിക്കാം കുറഞ്ഞ വാചകങ്ങളിൽ. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ അങ്ങാടികളിൽ ഒരാൾ രാവിലെ ഒരു പുരുഷൻ ഒരു ബാത്ത് ടവലും ഒരു കയ്യില്ലാത്ത ബനിയനും കൊടുത്തിട്ട് കട തുറക്കാൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും? ആളുകൾ പറയും, ഈ നമ്മളെ വഷളാക്കരുത്, അയ്യേ ആകെ മോശം, പോയിട്ടൊരു മാന്യമായിട്ട് ഒരു വസ്ത്രം ധരിച്ചിട്ട് വാ. അയാൾ വീട്ടിൽ പോയിട്ട് ഒരു ലുങ്കിയും ഒരു ഷർട്ടും ഇട്ടു എന്ന് വിചാരിക്കാം. നമ്മൾ പറയും പോരാ, കട തുറന്നിരിക്കുന്ന ആള്, അങ്ങാടിയിൽ കട തുറന്നിരിക്കുന്ന ആൾ ഇങ്ങനെയൊന്നും ഡ്രസ്സ് ചെയ്താൽ പോരാ. അയാൾ വീട്ടിൽ പോയിട്ട് ഒരു സാധാരണ നമ്മളൊക്കെ എടുക്കുന്നത് പോലെ ഒരു വെള്ള തുണിയോ അല്ലെങ്കിൽ ഒരു ഫാൻറ്റോ ഷർട്ടോ ഒക്കെ ആയിട്ട് വന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാം, ഒരു സാധാരണക്കാരൻ എന്നേ നമ്മൾ പറയൂ. നേരെ മറിച്ച് ആ മനുഷ്യൻ ഒരു ഫുൾ സ്ലീവ് ഷർട്ട് ധരിച്ചു, എന്നിട്ട് അതിന്റെ ബട്ടൺ ഇവിടെ ഇട്ടു, കഴുത്തിലെ ബട്ടൺസ് അബദ്ധവശാൽ അഴിയാതിരിക്കാൻ വേണ്ടി ടൈ കെട്ടി, അതിന്റെ മേലെ വേറൊരു കോട്ടിട്ടു, എന്നിട്ട് അയാൾ നെരിയാണിക്കും താഴെ ഇറങ്ങി നിൽക്കുന്ന ഒരു ഫാൻസ് ധരിച്ചു, അതിന് ഷോക്സ് ധരിച്ചു, ഷൂ അണിഞ്ഞു. ഇങ്ങനെയാണ് ഇയാൾ വരുന്നതെങ്കിലോ ഡീസന്റ് ജെന്റിൽമാൻ. അയാളെ കാണുമ്പോൾ തന്നെ ആളുകൾ, അപ്പൊ നമ്മളിങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ മൂന്നാമത്തെ നാലാമത്തെ ആളാണ് ഈ സാഹിബ്. അപ്പൊ ആ കൗണ്ടറിൽ ഇരിക്കുന്ന ആള് ചോദിക്കുക, അല്ല സാറിന് എന്താ വേണ്ടത്? അതിന് മുമ്പിൽ ഇരിക്കുന്നവർക്കൊന്നും ഒരു വിലയില്ല. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? പാശ്ചാത്യൻ വ്യഭിചാര മനസ്ഥിതി കൊണ്ട് പുരുഷ മേധാവിത്വ ലോകം ഒരു സിദ്ധാന്തം പ്രയോഗത്തിൽ സ്ഥാപിച്ചെടുത്തിരിക്കുന്നു. പുരുഷനാണെങ്കിൽ അവന് അന്തസ് പൂർണ്ണമായിട്ട് മറക്കലാണ്. അല്ലാണ്ട് റസൂൽ പറഞ്ഞ മാതിരി തന്നെ, പക്ഷെ ആണിൻ്റെത് പെണ്ണിനും പെണ്ണിൻ്റെത് ആണിനുമായി പോയിന്നേ ഉള്ളൂ. മുൻകൈയും മുഖവുമല്ലാത്ത മുഴുവനും മറച്ച പുരുഷന്മാർ അവരുടെ കൂടെ അവരുടെ ഈ പുരുഷ മേധാവിത്വത്തിന്റെ വ്യഭിചാര മനസ്ഥിതിയുടെ സാക്ഷാത്കാരത്തിന് എന്ന കണക്കെ സ്ത്രീകളെ വേഷം കെട്ടിക്കുമ്പോ ഈ ചൂഷണം തിരിച്ചറിയുകയും അഭിമാനബോധമുള്ളവരാവുകയും ചെയ്യാൻ വനിതകൾ തീരുമാനിക്കുന്നുവെങ്കിൽ അവരുടെ ഇസ്സത്തിന്റെ പ്രതീകമാണ് മാന്യമായ വേഷം എന്ന് ഞാൻ ഈ സദസ്സുമായിട്ട് പങ്കുവെക്കുകയാണ്. അവിടെ ഒരു പ്രശ്നവുമില്ല. അത് മറ്റുള്ളവന്റെ നേരെയുള്ള ഒരു ധിക്കാരവുമല്ല. അത് സ്വന്തം ജീവിതത്തോടുള്ള ഒരു ആത്മവിശ്വാസവും സ്വന്തം സംസ്കാരത്തിലുള്ള പ്രതിബദ്ധതയും മാന്യതയോട് ചേർന്നേ ഞാൻ നിൽക്കൂ എന്ന വിളംബരവുമാണ്. മാന്യതയോട് ചേർന്നേ ഞാൻ നിൽക്കൂ എന്ന വിളംബരവുമാണ്. ഇന്നത്തെ ക്യാമ്പസിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ഒരു ഇടപെടലാണിത് എന്നാണ് ഈ വേഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, പ്രിയ സഹോദരികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാൻ, ഇപ്പൊ നിങ്ങൾ പറയും ഈ നാട്ടിലോ അല്ലെങ്കിൽ ഇസ്ലാമിയ കോളേജിലെയോ പോലെയല്ല ക്യാമ്പസ്. അവിടെ ഇപ്പൊ ജെൻഡർ ന്യൂട്രലായി വന്നുകൊണ്ടിരിക്കുകയാണ്. മെന്റർമാർ അതുകൊണ്ട് തന്നെ നമുക്ക് അവലംബിക്കാൻ കഴിയാത്തവരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളാകെ തല കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ്. മുമ്പ് പരസ്യമായി ചെയ്തിരുന്നതൊക്കെ ഇപ്പൊ പരസ്യപ്പെടുത്തുന്നത് ആളുകൾക്ക് അസ്ഖ്യതയാണ് എന്ന് പറഞ്ഞാൽ വണ്ടിയിലോ അല്ലെങ്കിൽ എയർപോർട്ടിലോ നിസ്കരിച്ചാൽ ആളുകൾ പ്രകോപിതരാവും. ഇത് പണ്ടേ നടക്കുന്ന കാര്യമാണ്. അതേസമയം പൊതു പാർക്കുകളിൽ വെച്ചും വാഹനങ്ങളിൽ വെച്ചും പൊതു ഇടങ്ങളിൽ വെച്ചും അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്ത ഒരു കുഴപ്പമില്ല. പണ്ട് രഹസ്യമായി ചെയ്തിരുന്നതൊക്കെ പരസ്യമാവുകയും പരസ്യമായി ചെയ്തതൊക്കെ പിന്നെ രഹസ്യമാക്കണം എന്ന് നിഷ്കർഷിക്കുകയും ചെയ്ത ഒരു തലതിരിഞ്ഞ ഒരു തലമുറ. അവിടെയാണ് നമുക്ക് ജീവിക്കാനുള്ളത്. ഇതല്പം പ്രതിസന്ധി നിറഞ്ഞതല്ലേ എന്നൊരു പക്ഷേ നിങ്ങളുടെ മനസ്സ് ചോദിക്കുന്നുണ്ടാകാം. ഞാൻ ഈ സംസാരം അധികം നീട്ടാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് സഹാബികളായ സ്ത്രീകളുടെ ചരിത്രത്തിലെ, മഹതികളുടെ ചരിത്രത്തിലെ 1-2 സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്നാമത്തെ, അതായത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ഇസ്ലാമിന് അനുകൂലമല്ല. പലതരത്തിലുള്ള പ്രചാരണങ്ങളുമുണ്ട്, ആക്ഷേപങ്ങളുണ്ട്, ശകാരങ്ങളുണ്ട്, പരിഹാസങ്ങളുണ്ട്, നിന്ദയുണ്ട്, കുത്തി നോവിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ സഹിച്ചിട്ട് വേണം ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ. ഇതത്ര എളുപ്പമല്ല എന്നാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലൂടെ അങ്ങനെ കണ്ണോടിച്ചു നോക്കണം. ഇസ്ലാമിക ചരിത്രത്തിന്റെ ആദ്യകാലത്ത്, ഉദാഹരണത്തിന് ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനിൽ വിശ്വസിച്ച് പ്രവാചകന്റെ പാതയിലേക്ക് വരുന്ന സമയത്ത് അവരുടെ കുടുംബത്തിലെ പ്രമുഖരായ ആളുകളൊക്കെ ഈ ഇസ്ലാമിന്റെ വൈദികളായിരുന്നു എന്ന് നിങ്ങൾ അറിയണം. അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ പ്രവാചകന്റെ എതിർപക്ഷത്തുണ്ടായിരുന്ന ആളാണ്. സഹോദരൻ നൗഫൽ ഉദാഹരണത്തിന്, അദ്ദേഹത്തിന്റെ അവരുടെ പിതൃപുത്രൻ അസ്വദ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്നവർ, അസ്വദിന്റെ മകൻ സംഅ എന്ന് പറഞ്ഞാൽ ഖദീജ റളിയല്ലാഹു അൻഹായുടെ കുടുംബത്തിലെ പ്രമുഖരായ ആളുകളൊക്കെയും പ്രവാചകന്റെ എതിർചേരിയിൽ നിലകൊണ്ടവരാണ്.
അവരുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവാചകന്റെ കൂടെ നിലകൊള്ളാൻ തീരുമാനിച്ചത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ മറ്റൊരു ഉദാഹരണമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമയ്യത്ത് എന്ന് പറയുന്ന അവരുടെ സഹോദരൻ ഇസ്ലാമിന്റെ ബദ്ധവൈരിയായിരുന്നു. ഇവരുടെ പിതൃവ്യനാണ് അബൂ ജഹൽ എന്ന് പറയുന്നത്. മറ്റൊരു പിതൃവ്യനാണ് വലീദ് ഇബ്നു മുഗീറ എന്ന് ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വലീദ് ഇബ്നു മുഗീറയുടെ മകൻ ഖാലിദും ഇസ്ലാമിന്റെ ബദ്ധവൈരിയായിരുന്നു. ഇത്രയും സ്വന്തം കുടുംബത്തിലെ രക്തബന്ധുക്കളിൽ പ്രമുഖരായ തലയെടുപ്പുള്ള ഇത്രയും വൈരികൾ, പ്രവാചകന്റെ അങ്ങേയറ്റത്തെ കടുത്ത ശത്രുക്കൾ ഉണ്ടായിരിക്കെ ഈ ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ കൂടെ പാറ പോലെ ഉറച്ചു നിന്നത്. അബ്സീനിയയിലേക്ക് ഹിജ്റ പോയ മഹദികളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഉമ്മു സൽമ റളിയല്ലാഹു അൻഹയെ കാണാം. നിങ്ങൾ വീണ്ടും പഠിച്ചു നോക്കൂ. ഖത്താബിന്റെ മകൾ ഫാത്തിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ അല്ല, ഖത്താബിന്റെ മകൾ ഫാത്തിമ എന്ന് പറഞ്ഞാൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി. ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി എന്ന് പറയുമ്പോൾ ഖത്താബ് ഇസ്ലാമിന്റെ എതിർപക്ഷത്താണ്. അതുപോലെ തന്നെ ഈ ഖത്താബിന്റെ ഇവരുടെ ഒരു സഹോദരൻ, പിതാവും സഹോദരൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്ലാമിന്റെ ശത്രുപക്ഷത്താണ് ഉണ്ടായിരുന്നത്. ഈ ഖത്താബിന്റെ ഒരു ബന്ധുവാണ്, അഥവാ അമ്മാവനാണ് അബൂ ജഹൽ. ആരുടെ? ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അമ്മാവനാണ് അബൂ ജഹൽ. അപ്പോ പിതാവും അമ്മാവനും സഹോദരനും ചില്ലറക്കാരല്ല ഈ ആള്. ഖത്താബായിരുന്നാലും ശരി, ഉമറായിരുന്നാലും ശരി, അബൂ ജഹലായിരുന്നാലും ശരി, ചരിത്രത്തിൽ അവരുടെ സ്ഥാനം, ഉമർ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, ചരിത്രത്തിൽ അവരുടെ സ്ഥാനം നിങ്ങൾക്കറിയാം. ഇസ്ലാമിനെ എതിർക്കുന്നതിലും പ്രവാചകനെ ബുദ്ധിമുട്ടിക്കുന്നതിലും ചരിത്രത്തിൽ അവരുടെ സ്ഥാനം നിങ്ങൾക്കറിയാം. അപ്പൊ സ്വന്തം രക്തബന്ധുക്കളിൽ ഇത്രയും പേർ ഇസ്ലാമിന്റെ ശത്രുക്കളായിരിക്കെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വന്നു. എന്നിട്ട് അവരും അവരുടെ ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ അവര് ഖുർആൻ പാരായണം ചെയ്യുന്നതും പഠിക്കുന്നതും ഉമറിന്റെ കാതിലെത്തി. ഉമർ പ്രകോപിതനായിക്കൊണ്ട് അങ്ങോട്ട് പോയി. കഥ നിങ്ങൾ കേട്ടിരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പ്രകോപിതനായിക്കൊണ്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് പൊതിരെ തല്ലി തന്റെ ദേഷ്യം മുഴുവൻ തീരുവോളം തന്റെ സഹോദരി ഫാത്തിമയെ ഉമർ മർദ്ദിച്ചു. മർദ്ദനം രൂക്ഷമായിട്ടും ഫാത്തിമയ്ക്ക് ഒരു ചാഞ്ചല്യവുമില്ല, ഒരു ചാഞ്ചാട്ടവുമില്ല എന്ന് കണ്ടപ്പോ ഉമർ തന്നെ ഒരു വേള ചിന്തിച്ചു പോയി, ഇത് എന്റെ ആ കുഞ്ഞുനാളിലെ എന്റെ കൂടെ വളർന്ന ഫാത്തിമയല്ലല്ലോ, ആളാകെ മാറിയിരിക്കുന്നല്ലോ. ഈ മാറ്റത്തിന്റെ കാരണം എന്താണ്? അങ്ങനെയാണ് ഉമർ തണുക്കുന്നത്. ഫാത്തിമ സംസാരിച്ചു, എന്നെ തല്ലിക്കൊന്നാലും ഈ മാർഗം ഞാൻ വിടൂല്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ലേശം തണുത്തു. വിഷയങ്ങളെ കുറച്ചുകൂടി ഗൗരവമായ ഒരു വൈകാരിക അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി ഗൗരവമായ ഒരു മാനം കൈവരിച്ചു. എന്താണ് നീ വായിച്ചത്? അത് എനിക്ക് കാണിക്ക്. അങ്ങനെ ആ വായിച്ച ഏട് കൊടുത്തു. അദ്ദേഹം അതിലൂടെ കണ്ണോടിച്ചു. അവിടെ വെച്ചുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ തുല്യതയില്ലാത്ത ഭരണാധികാരിയും രണ്ടാം ഖലീഫയുമായ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് ഫാത്തിമ എന്ന ഒരു വനിതയിലൂടെയാണ് എന്നത് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരു മഹാനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനുള്ള ഭാഗ്യം ലഭിച്ചത് ഒരു വനിതക്കാകുന്നു എന്നുള്ളത് എക്കാലത്തെയും വനിതാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അഭിമാനം നൽകുന്ന വിഷയമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ വീണ്ടും ചരിത്രം പരിശോധിച്ച് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് ഇതിനേക്കാൾ വളരെ അധികം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ കാണാം. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ അവർ ജനിച്ചത് തന്നെ ഇസ്ലാമിന്റെ വിരുദ്ധതയിൽ ഏറ്റവും കുപ്രസിദ്ധമായ ബനു ഉമയ്യത്ത് ഗോത്രത്തിലാണ്. ബനു ഉമയ്യത്ത് ഗോത്രത്തിലെ ചെറുതും വലുതുമായ മുഴുവൻ മനുഷ്യരും ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളാണ്. അങ്ങനത്തെ ഗോത്രത്തിലാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. എന്നിട്ട് ആ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ പിതാവാരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് പ്രവാചകനോടൊപ്പം പ്രവാചകനെതിരിൽ നീണ്ട 21ഓളം വർഷം പ്രവാചകനെതിരിലുള്ള മുഴുവൻ ശ്രമങ്ങൾക്കും ചുക്കാൻ പിടിച്ച സാക്ഷാൽ അബൂ സുഫിയാന്റെ മകളാണ് ഈ പറയുന്ന ഉമ്മു ഹബീബ. ഉമ്മു ഹബീബയുടെ മാതാവിനെയും നിങ്ങൾക്കറിയാം. എന്ന് പറഞ്ഞാൽ ഉഹദ് യുദ്ധത്തിൽ ഹംസ പ്രവാചകന്റെ പിതൃവ്യന്റെ നെഞ്ച് പിളർത്തിട്ട് കരളെടുത്തിട്ട് കടിച്ചു തുപ്പിയ ഹിന്ദുണ്ടല്ലോ, ആ ഹിന്ദ് അവരാണ്. ആ ഹിന്ദാണ്
ഈ അബൂ സുഫിയാന്റെ ഭാര്യ, അഥവാ അവരാണ് ഈ പറയപ്പെടുന്ന ഉമ്മു ഹബീബയുടെ മാതാവ്. അപ്പൊ മാതാപിതാക്കൾ ആര് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ വീണ്ടും പരിശോധിച്ച് നോക്കൂ. ഉമ്മു ഹബീബയുടെ അമ്മായി അഥവാ പിതാവിന്റെ പെങ്ങളാണ് ഈ ഹമ്മാലത്തുൽ ഹതബ് എന്ന സൂറത്ത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന അധ്യായത്തിൽ അള്ളാഹു ആക്ഷേപിച്ച ഒരു സ്ത്രീ ഉണ്ടല്ലോ, വിറക് ചുമട്ടുകാരി ഹമ്മാലത്തുൽ ഹതബ് എന്ന് ആക്ഷേപിച്ച ഉമ്മു ജമീൽ, അവരാണ് ഇവരുടെ അമ്മായി. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കുടുംബത്തെ, ഈ മാത്രമല്ല ഉമ്മു ഹബീബയുടെ മാതാവിന്റെ ഉപ്പയാണ് റബിയ, ഇസ്ലാമിനോടുള്ള ശത്രുതയുടെ വിളനിലമായ ഒരു കുടുംബം. ആ കുടുംബത്തിലാണ് ഉമ്മു ഹബീബ ജനിച്ചത്. എന്നിട്ടോ അവർ ഇസ്ലാമിലേക്ക് വന്നത് എപ്പോഴാ? മക്കയിൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ 5 വർഷങ്ങൾക്കുള്ളിൽ. ആലോചിച്ച് നോക്കണം, ഇസ്ലാമിക പ്രബോധനത്തിന്റെ മക്കയിലെ ആദ്യത്തെ 5 വർഷം എന്ന് പറയുന്നത് കൊടിയ പീഡനങ്ങളുടെയും കിരാതമായ മർദ്ദനങ്ങളുടെയും നാളുകളാണ്. ആ ആദ്യത്തെ 5 വർഷത്തിനകത്ത് ഇസ്ലാമിലേക്ക് വന്ന വനിതകളുടെ കൂട്ടത്തിൽ ഈ ഉമ്മു ഹബീബ സ്ഥാനം പിടിച്ചു എന്ന് നിങ്ങൾ കാണണം. എന്നിട്ട് അവർ ഹിജ്റ പോയി, അബിസീനിയയിലേക്ക് ഹിജ്റ പോയി ഭർത്താവിനോടൊപ്പം ഹിജ്റ പോയിട്ട് അവിടെ വെച്ച് ഭർത്താവ് ക്രിസ്ത്യാനിയായി. അപ്പോ വളരെ ഒരു അന്യ നാട്ടിൽ ചെന്നിട്ട് ഭർത്താവിനോടും ഒരു ചെറിയ കുഞ്ഞിനോടും ഒപ്പം ഒരു അന്യ നാട്ടിൽ ചെന്നിട്ട് അവിടെ വെച്ച് ഭർത്താവ് ക്രിസ്ത്യാനിയായി. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ എന്തു ചെയ്തു? അവർ നേരത്തെ തന്നെ തന്റെ പിതാവിനെയും തന്റെ സഹോദരനെയും തന്റെ മാതാവിനെയും ഒക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ പ്രീതിയുടെ മാർഗത്തിൽ കൈയൊഴിഞ്ഞ അതേ സംസ്കാരം സ്വന്തം ഭർത്താവിന്റെ കാര്യത്തിലും തീരുമാനിച്ചു. ഭർത്താവിനോടുള്ള ബന്ധം അവർ വിച്ഛേദിച്ചു. എന്നിട്ട് ആ ഒരു അന്യദേശത്ത് അന്ധകാലത്ത്, ആലോചിച്ച് നോക്കണം, അന്യദേശത്ത് അത്രയും പൗരാണിക കാലത്ത് കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് അവർ ജീവിച്ചു. ഇവര് സഹിച്ച എല്ലാ ത്യാഗങ്ങളുടെയും അംഗീകാരം എന്ന നിലക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പ്രവാചകൻ അവരെ വിവാഹം ചെയ്തു. അന്ന് അവർ അബ്സീനിയയിലാണ് എന്ന് നിങ്ങൾ ഓർക്കണം. എന്നിട്ട് പിന്നീട് ഖൈബർ യുദ്ധം നടക്കുന്ന സമയത്താണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അബിസീനിയയിൽ നിന്ന് മദീനയിൽ എത്തുന്നത്. അപ്പൊ അബൂ സുഫിയാൻ അവിടെ വന്നിട്ടുണ്ട്. അബൂ സുഫിയാൻ അന്നും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. 21ഓളം വർഷമായി പ്രവാചകനെ എതിരിൽ അബൂ സുഫിയാൻ രംഗത്തുണ്ട്. അങ്ങനെ അബൂ സുഫിയാൻ ഈ ഒരു സന്ധി സംഭാഷണത്തിന് ഒരു സാധ്യത രൂപപ്പെടുത്താൻ വേണ്ടി ഉമ്മു ഹബീബയോടൊന്ന് സംസാരിക്കുന്നത് ഗുണം ചെയ്യും എന്ന് കരുതിയിട്ട് ഉമ്മു ഹബീബയെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ പ്രവാചകന്റെ വീട്ടിലേക്ക് വരാൻ അനുവാദം കൊടുത്തു. ഉമ്മു ഹബീബ എന്ന് പറയുന്ന പ്രവാചക പത്നിയായ ഈ അബൂ സുഫിയാന്റെ മകൾ ആ വീട്ടിലേക്ക് തന്റെ പിതാവ് കടന്നു വരുന്നതും കണ്ട് അങ്ങനെ നിന്നു. അബൂ സുഫിയാൻ കടന്നു വന്നിട്ട് പ്രവാചകന്റെ വിരിപ്പിൽ ഇരിക്കാൻ നോക്കിയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിരിപ്പിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു ശത്രു ഇരിക്കുന്നത് എനിക്ക് സഹിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് 10-12 സ്വന്തം പിതാവുമായി പിരിഞ്ഞ് 10-12 വർഷം ജീവിച്ചതിന് ശേഷം ആദ്യമായിട്ട് പിതാവിനെ കാണുന്ന ഒരു നിർണായക ഘട്ടത്തിലും ഇങ്ങനെ ഒരു നിലപാടെടുത്ത ഒരു മഹദി നിങ്ങൾ ചരിത്രം ആലോചിച്ച് നോക്കൂ. ഇതാണ് അപ്ഹോൾഡ് ഈമാൻ അപ്ലിഫ്റ്റ് ഇസ്സ എന്ന് പറയുന്നതിന്റെ സാക്ഷാത്കാരം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവരാണ് നമ്മുടെ റോൾ മോഡൽ എന്ന് നിങ്ങൾ കാണണം. ഞാൻ ഈ സംസാരം നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പ്രമാണങ്ങളിൽ നിന്ന് അതിന്റെ യഥാർത്ഥ ഉറവിടങ്ങളിൽ നിന്ന് ഊർജം സ്വീകരിക്കണം. അത് തളരാത്ത ഊർജമായിരിക്കും എന്ന് കാണണം. സാക്ഷാൽ ഫറോവയുടെ കൊട്ടാരത്തിൽ ആ ഭരണാധികാരിയും ഭർത്താവുമായ ആൾക്കെതിരെ പ്രാർത്ഥിക്കുകയും അണിയറയിൽ ഈ അതിനൊരു പുതിയ വിപ്ലവത്തിന് അരങ്ങൊരുക്കുകയും ചെയ്ത മഹദി ഉണ്ടല്ലോ, എന്ന് ഖുർആൻ പറഞ്ഞ മഹദി, അവരൊക്കെയാണ് നമ്മുടെ ഊർജത്തിന്റെ ഉറവിടം എന്ന് നിങ്ങൾ കാണണം. കാരണം അള്ളാഹു വിശ്വാസികളുടെ രക്ഷകനാണ്. ഈ നിഷേധി കൂട്ടങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹെഡ് ഓഫീസുമില്ല. അതുകൊണ്ട് ഈ വഴിയിൽ നമ്മൾ ആത്മവിശ്വാസത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നുവെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും റബ്ബ് കൂടെ ഉണ്ടാകും. നിങ്ങളെ കാത്ത് പലതരത്തിലുള്ള ഒരുപാട് ചതിക്കുഴികൾ ഒരുക്കി അങ്ങനെ നിങ്ങളെ അതിൽ വീഴ്ത്തി വശത്താക്കാൻ ശ്രമിക്കുന്നവർ പല കോലത്തിലും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ആധുനിക ക്യാമ്പസുകളിൽ കരുതിയിരിക്കുക വാരിക്കുഴികളുണ്ട്.
ആ വാരിക്കുഴികളിൽ ഒന്നും വീഴാതെ അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവന്റെ പ്രവാചകന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഈമാനിന്റെ വെളിച്ചം കൊണ്ട് ആ ക്യാമ്പസുകളുടെ ഇരുളടഞ്ഞ ഇടനാഴികകളിൽ പ്രകാശം പരത്താൻ നമുക്ക് കഴിയുമെങ്കിൽ ഈ പുതിയ ഉമ്മു ഹബീബമാർ, പുതിയ ഖദീജമാർ, പുതിയ ഉമ്മു സൽമമാർ, പുതിയ ഫാത്തിമമാർ ചരിത്രത്തിൽ ആവർത്തിക്കും. അതിനുള്ള ഒരു നിമിത്തമായിട്ട് ഈ കൂടലും ഈ പറയലും ഈ കാണലും ഈ സംഗമവും നാഥൻ പരിണമിക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Jazakallahu khairan. Now I invite Suhana Abdul Latif, General Secretary.